മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്കെയിലാർ വാല്യൂസ് എങ്ങനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് വെക്റ്റർ വാല്യൂസ് എങ്ങനെ നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലോട്ട് നമുക്കെങ്ങനെ വെക്റ്റേഴ്സിനെ അതുപോലെ മെട്രിക്സ് എന്ന് പറയുന്ന ഫോമിലോട്ടുള്ള വലിയ വലിയ ഫോർമാറ്റിൽ എടുക്കുന്ന വാല്യൂസിനെ നമുക്കെങ്ങനെ ആറിലോട്ട് സ്റ്റോർ ചെയ്യാം എന്നതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂസിനെ എൻ്റർ ചെയ്യാൻ സാധിക്കും. പലരും അറിഞ്ഞു വെച്ചിട്ടുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ എക്സലോ അതുപോലെ വേറെ ഏതെങ്കിലും സ്പ്രെഡ്ഷീറ്റിൽ നിന്നും ഒബ്സർവേഷൻസ് ആറിലോട്ട് കയറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പലരുടെയും ധാരണ. എന്നിരുന്നാൽ പക്ഷേ ആർ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമുക്ക് ഡയറക്റ്റ് ആറിലോട്ട് തന്നെ നമുക്ക് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ആർ എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ എന്താണ് വെക്ടർ ബേസ്ഡ് എന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ആറിലോട്ട് നമുക്ക് എങ്ങനെ വെക്ടേഴ്സിനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾക്ക് വെക്ടർ എന്ന് പറയുന്നതും സ്കെയിലാർ എന്ന് പറയുന്നതും കേട്ടുപരിചയം ഇല്ലാത്ത വാക്കുകളായിരിക്കും. അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ, ആ വേരിയബിളിനോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ ആർ കൺസോളിൽ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന എൻവിയോൺമെൻറ്റിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വന്നു. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 1 ഇവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു എൻ്റർ കൂടി അടിക്കുന്നു. അതിനുശേഷം എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപിറ്റൽ എക്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ എക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റർ എന്ന് അടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, എനിക്ക് ആ പർട്ടിക്കുലർ വാല്യൂ ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ആ വാല്യൂ എന്താണ് എനിക്കിവിടെ അറിയാൻ സാധിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്കെയിലാറാണ്, ഒരു സിംഗിൾ ടേം ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് 2 ടേം ഒരു പർട്ടിക്കുലർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മാർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എൻ്റെ എക്സാമിലെ മാർക്ക് ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ് ഞാൻ എത്ര ചെയ്തു, ഒരു 10 എന്ന് പറഞ്ഞ മാർക്ക് ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സിലോട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ആ സ്റ്റോർ ചെയ്തിട്ടുള്ളതിന് എനിക്ക് വെക്ടർ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല, സ്കെയിലാർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ വെക്ടർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്കൊരു പർട്ടിക്കുലർ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 2 എക്സാം നടന്നു. ഒരു എക്സാമിൻ്റെ മാർക്ക് 10 ആയിരുന്നു, രണ്ടാമത്തെ എക്സാമിൻ്റെ മാർക്ക് 20 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 10 സ്പേസ് 20 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആറിൽ അതൊരു എറർ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 10,20 എന്ന് ഞാൻ അടിച്ചു നോക്കുമ്പോഴും ഒരു എററാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എനിക്ക് എക്സിലോട്ട് 2 വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ആ ഫംഗ്ഷൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ ഫംഗ്ഷൻ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ആറിലോട്ട് എൻ്റർ ചെയ്യാൻ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ആർ എഡിറ്ററിലോട്ട് പോകുന്നു. ആർ എഡിറ്ററിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് പ്രോഗ്രാം എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, സെക്കൻഡ് പ്രോഗ്രാമാണ് എൻ്റേത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണത് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ടൈറ്റിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി RStudio യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഇനിയിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫംഗ്ഷനാണ് എൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഹാഷ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 എന്ന് ടൈപ്പ് ചെയ്തു. സി ഫംഗ്ഷനാണ് ഫംഗ്ഷൻ്റെ പേര് ഞാൻ പറയുന്നത്. അപ്പോൾ സി ഫംഗ്ഷൻ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഹാഷ് എന്ന് പറയുന്നത് 1, 2, 3 തവണ ടൈപ്പ് ചെയ്തു. അപ്പോഴും ടോപ്പ് ലെവലിൻ്റെ അവിടെ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഒരെണ്ണം കൂടി ടൈപ്പ് ചെയ്തപ്പോൾ 4 തവണ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് ടോപ്പ് ലെവലിൻ്റെ അവിടെ 1C ഫംഗ്ഷൻ എന്ന് കാണിച്ചു. ഓക്കെ, അതിനർത്ഥം ഇങ്ങനത്തെ ഒരു എന്താണ് 1C ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ലൈനിലോട്ട് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ പറയുന്ന ഈ കോഡിങ്ങോടുകൂടി നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഈ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം ഒരു ഹാഷ് അടിച്ചിട്ട് അതിനുശേഷം നമുക്ക് വേണ്ട വേർഡിങ്സ് എഴുതിയതിന് ശേഷം 4 ഹാഷ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് വന്ന് കിടക്കും. ഇനി നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 വട്ടം എൻ്റർ അടിച്ചു. ഇങ്ങനെ രണ്ടാമത്തെ ടൈറ്റിൽ കൂടി ഞാൻ എഴുതുന്നു എന്ന് വിചാരിക്കുക. 2 എന്ന് പറഞ്ഞ സെക്കൻഡ് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ, അത് ഞാൻ ചുമ്മാ ഫംഗ്ഷൻ എന്നേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷൻ എന്തോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, 1, 2, 3, 4 തവണ അടിച്ചു. അപ്പോൾ നോക്കൂ, സെക്കൻഡ് ഫംഗ്ഷൻ എനിക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, സെക്കൻഡ് ഫംഗ്ഷൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ലെങ്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ നമുക്ക് ഈ പറയുന്ന കോഡിങ്ങിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് സി ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിലോട്ട് 2 വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യണം. ആ 2 വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്. സി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്മോൾ ലെറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. RStudioൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിന് ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റ് ആകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അവർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അതിനിടയിൽ വേണ്ട വാല്യൂസ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് 1, 2 2 വാല്യൂസാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ടൈപ്പ് ചെയ്തത് സി ബ്രാക്കറ്റിൽ നമുക്ക് വേണ്ട നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് എഴുതുന്നു. അതിനുശേഷം ഞാൻ എൻ്റർ അടിക്കുന്നു. അതിനുശേഷം എക്സിനുള്ളിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ എക്സിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ലൈൻ ഞാൻ റൺ ചെയ്തു. അപ്പോൾ എക്സിൻ്റെ ഉള്ളിലോട്ട് എന്തോ സ്റ്റോർ ചെയ്തു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വന്നു. അപ്പോൾ എക്സിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ C12 എന്നുകൊണ്ട് സ്റ്റോർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, എക്സിൻ്റെ ഉള്ളിൽ 1, 2 എന്ന് പറഞ്ഞ 2 വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ 2 വാല്യൂസിന് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഒന്നിൽ കൂടുതലോ വാല്യൂസ് ഒരു പർട്ടിക്കുലർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു 1ഉം 2 എന്ന് പറയുന്നത്. ഈ 1ഉം 2നെയും ഒരുമിച്ച് എക്സിലോട്ട് സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് സാധിച്ചത്. കാരണം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ വെച്ച് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനെയർ വഴി കിട്ടിയിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏജ് എന്നായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഏജിൻ്റെ ഉള്ളിൽ 10 കുട്ടികളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഏജ് നമുക്ക് കിട്ടും. ഈ 10 ഏജിനും ഒരൊറ്റ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ് ഇത് സി ഫംഗ്ഷൻ. അപ്പോൾ 10 വാല്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിവിടെ ചെയ്യേണ്ടത്, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. സി എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് വാല്യൂ 10 ആയിരുന്നു, രണ്ടാമത്തെ വാല്യൂ 11 ആയിരുന്നു, മൂന്നാമത്തെ വാല്യൂ 12 ആയിരുന്നു, നാലാമത്തെ വാല്യൂ 14 ആയിരുന്നു. ഓക്കെ, ഇത്ര വാല്യൂസ് ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കാം. 10 വാല്യൂസ് ഉണ്ടെങ്കിൽ 10 വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 10, 11, 12, 14 അങ്ങനെ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെക്ടറായിട്ട് നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് നമ്മളിത് സി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത് സി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സീക്വൻസ് എന്നുള്ളതാണ്. അപ്പോൾ സീക്വൻസ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത് സീക്വൻസ്. അപ്പോൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് സിൻടാക്സ് എന്ന് പറയുന്നത് SEQ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ RStudioൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനോട് സാദൃശ്യമുള്ള എല്ലാ കോഡുകളും അവിടെ കാണിച്ചു തരും. അതിനെങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നും അവിടെ തന്നെ കാണിച്ചു തരും. അപ്പോൾ ഞാനിവിടെ അതിന് സിൻടാക്സ് എഴുതാൻ പോവാണ്. സീക്വൻസ് എന്ന് എഴുതിയിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ എനിക്ക് ഫ്രം എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രം എന്ന് എഴുതിയിട്ട് എനിക്കൊരു ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും അവിടെ എഴുതാം. അതിനുശേഷം 2 എന്ന് എഴുതിയിട്ട് എവിടം വരെയാണ് സീക്വൻസ് അവസാനിക്കുന്നതെങ്കിൽ അതെനിക്ക് എഴുതി വെക്കാം. ഓക്കെ, ബൈ എന്ന് പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡിഫറൻസ് ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോൾ 1, 2, 3 ഈ 3 വാല്യൂസ് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, 1ൽ നിന്നാണ്. അവസാനിക്കുന്നത് എവിടെയാണ്, 3ലാണ്. ബൈ എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഡിഫറൻസ് 1 കഴിഞ്ഞാൽ 2 വരുന്നത് 1 ഡിഫറൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 2, 4, 6 എന്നായിരുന്നുവെങ്കിൽ ഫ്രം എന്ന് പറയുന്നത് അവിടെ 2 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് 6 ആണ്. ബൈ എന്ന് പറയുന്നത് 2 ആണ്. കാരണം അവ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഇനി ഇത് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ SEQ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഫ്രം എന്നുള്ളിടത്ത് ഫ്രം ഈസ് ഈക്വൽ ടു ഞാൻ 1 എന്ന് കൊടുത്തു, കോമ സ്പേസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സ്പേസ് ഇട്ടത്, നിർബന്ധമൊന്നുമില്ല. 2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 10 എന്ന് ടൈപ്പ് ചെയ്തു, കോമ ബൈ എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്തു, 1 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഈ ലൈൻ മാത്രം ഞാൻ റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു കോഡ് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, അത് 1 ആയതുകൊണ്ട്, അതായത് ബൈ എന്നുള്ളത് 1 ആയതുകൊണ്ട് എനിക്ക് ഇവ തമ്മിലെ ഡിഫറൻസുകൾ 1 ആയിരിക്കും. ഫ്രം എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1ൽ നിന്നും തുടങ്ങി. 2 എന്ന് പറയുന്നത് 10 ആണ്, അതുകൊണ്ട് 10ൽ അത് അവസാനിച്ചു. ഓക്കെ, ഇനി ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കേസ് എന്നാൽ ഈ ഫ്രം, 2, ബൈ എന്ന് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസും വരുന്നില്ല. അതായത് ഞാൻ ഈ പറയുന്നത് പോലെ ഇവിടെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. ഈ ഫ്രം എന്ന് പറയുന്ന ടേം ഞാൻ ആദ്യം തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം 2 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫ്രം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തു, രണ്ടാമത് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ബൈ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ടും റൺ ചെയ്ത് നോക്കിയാൽ എനിക്ക് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സീക്വൻസ് ഇതിൽ സിൻടാക്സ് എക്സാക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആ ഓർഡർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. അതെങ്ങനെയാണ്? ഫ്രം 1 ആണ്, ഫ്രം ഫസ്റ്റ് വരും, 2 സെക്കൻഡ് വരും, ബൈ എന്ന് പറയുന്നത് തേർഡ് വരും. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇനി യൂസ് ചെയ്യുമ്പോൾ SEQ എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 1,10,1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്താ വരാൻ പോകുന്നത്? നമുക്ക് ഈ ആൻസർ കിട്ടി. എങ്ങനെയാണ്? 1 നിന്ന് തുടങ്ങി 10 അവസാനിക്കുന്നു, അവ തമ്മിൽ ഡിഫറൻസ് 1 ആണ്. ഫ്രം 1 2 എന്ന് പറയുന്നത് 10 ആണ്, ബൈ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിൻടാക്സ് ആണ് ഇതിൽ ഇംപിൾട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ ഫ്രം 2 ബൈ എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ മാത്രം അത് ടൈപ്പ് ചെയ്യാൽ മതി. പിന്നീട് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണത്. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ആറിലും RStudio-ലുമുള്ള ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് നമുക്കിവിടെ കാണിക്കാം. അതായത് നമ്മളിവിടെ മുകളിലോട്ടുള്ള ഏരോ ബട്ടൺ ജസ്റ്റ് ഒരു തവണ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ റൺ ചെയ്ത പ്രോഗ്രാം എന്താണെന്ന് കിട്ടും. ഒരു തവണയും കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുൻപ് ടൈപ്പ് ചെയ്ത പ്രോഗ്രാം എന്താണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ ഏരോ മാർക്ക് ജസ്റ്റ് ഒരു തവണ മുകളിലോട്ട് വായിക്കാൽ ലാസ്റ്റ് പ്രോഗ്രാം കിട്ടും. ഒന്നും കൂടി മുകളിലോട്ട് വായിക്കാൽ അതിൻ്റെ മുന്നത്തെ പ്രോഗ്രാം കിട്ടും. സോ ഓൺ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ താഴത്തോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനും സാധിക്കും. ഓക്കെ, ഇനി സീക്വൻസിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സീക്വൻസിന് ഡിഫറൻസ് നമ്മൾ 1 ആണ് കാണിച്ചത്. ഇനി സീക്വൻസ് ഡിഫറൻസ് ഞാൻ 2 ആണെങ്കിൽ ഞാൻ കണ്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഏരോ മുകളിലോട്ട് മാറ്റി, അതിനുശേഷം ഈ 1 എന്നുള്ളത് ഞാൻ എന്താക്കി മാറ്റി 2 ആക്കി. അതിനുശേഷം റൺ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1 തുടങ്ങി 10 അവസാനിക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ 1 തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നമ്പർ 1, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, പിന്നെ 10 ആണ് പിന്നെ ഉള്ളത്. ഈ 9 കൂടി 2 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 11 ആണ്. 11 നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിൽ വരുന്നില്ല, അതുകൊണ്ട് അത് 9 അത് അവസാനിച്ചു. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സീക്വൻസിൻ്റെ രണ്ടാമത്തെ ഒരു ഫോർമാറ്റും കൂടിയുണ്ട്. ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ 1:10. കോളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡോട്ട് ഒരു കോമയാണെങ്കിൽ അത് സെമി കോളൻ, ഇത് നമുക്ക് കോളൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 1:10 എന്ന് പഠിച്ചിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഇത് സീക്വൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സി ഫംഗ്ഷനും രണ്ടാമത് സീക്വൻസും. സീക്വൻസിൻ്റെ സിൻടാക്സും സി ഫംഗ്ഷൻ്റെ സിൻടാക്സ് നമ്മൾ പറഞ്ഞു. സീക്വൻസ് നമ്മൾ 2 തരത്തിലാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾ എല്ലാവരും ധൈര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങളെ സംശയങ്ങളെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് മാറ്റിത്തരാൻ നമ്മുടെ ടീമിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂടുതലോ അല്ലെങ്കിൽ ക്ലിയർ കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് റെസ്പോണ്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.